UDF-നും VD സതീശനുമെതിരെ ആഞ്ഞടിച്ച PV അൻവർ. കാൽ പിടിച്ചപ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് UDF ചെയ്യുന്നത്. VD സതീശൻ ചെളി വാരി എറിഞ്ഞു. വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ ഇറക്കി ഇപ്പോൾ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. KC വേണുഗോപാലുമായുള്ള ചർച്ചയിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും അൻവർ വ്യക്തമാക്കി. UDF മുന്നണി പ്രവേശനത്തിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ പല സമ്മർദ്ദ തന്ത്രങ്ങളും പയറ്റിയ PV അൻവർ അവസാന വഴിയും തേടുകയാണ്. ഇടത് പാളയത്തിൽ നിന്നും പുറത്തേക്ക് വന്ന താൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മിൻഹാജ് എന്ന തന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് UDF-ന് പിന്തുണ നൽകി. വയനാട് ഉപതെരഞ്ഞെടുപ്പിലും ചില തദ്ദേശ സ്ഥാപനങ്ങളിലുമെല്ലാം UDF-ന് പിന്തുണ അർപ്പിച്ചു. എന്നാൽ തന്റെ പാർട്ടിയെ മുന്നണിയിലെടുക്കാമെന്ന് പറഞ്ഞ MM ഹസനും VD സതീശനുമെല്ലാം ചതിച്ചു. കാലു പിടിച്ചപ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് UDF ചെയ്തത്. VD സതീശൻ ചെളിവാരി എറിഞ്ഞു. വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ ഇറക്കി ഇപ്പോൾ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ, എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എൻ്റെ മുഖത്തേക്ക് ചെളിവാരി എറിയണം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാം. ഇന്നലെ അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താ? എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. ഫോർവേഡ് ബ്ലോക്ക്, കുന്നമംഗലത്തെ കമ്പ്യൂട്ടർ പാർട്ടി, പ്രവാസി കോൺഗ്രസ് എന്നിവരെയെല്ലാം UDF-ന് മുന്നണിയിലെടുക്കാമെങ്കിൽ എന്തുകൊണ്ട് തന്റെ പാർട്ടിയെ എടുത്തുകൂടാ എന്നും അൻവർ ചോദിച്ചു. പല സംഘടനകളും അപ്പുറത്ത് നിൽക്കുന്നൊക്കെ ഇവിടെ ഒരുമിച്ചുണ്ടല്ലോ അല്ലേ? എന്താണ് ഒരു പ്രവാസി കോൺഗ്രസ് അടക്കം. അപ്പം അതിലും താഴെയാണോ PV അൻവർ? KC വേണുഗോപാലിലാണ് തനിക്ക് ഇനി ഏക പ്രതീക്ഷ എന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. KC വേണുഗോപാലുമായുള്ള ചർച്ചയിൽ മുന്നണി പ്രവേശനം സംബന്ധിച്ച തീരുമാനമായില്ലെങ്കിൽ തൃണമൂൽ മത്സര രംഗത്ത് ഇറങ്ങുമെന്നും അൻവർ വ്യക്തമാക്കി. KCയുമായി സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട KC എന്ത് തീരുമാനമെടുക്കുന്നു, ഞങ്ങളോട് നീതി പുലർത്തുകയാണെങ്കിൽ, അതല്ല ചൊറി പിടിച്ച അൻവറിനെ വേണ്ട എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങും, ജനങ്ങളോട് പറയും. TMCയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും, മത്സരിക്കും, മമതാ ബാനർജി വരും, അവരുടെ മന്ത്രിമാർ വരും, അവരുടെ MP-മാർ വരും. പൊളിറ്റിക്സ് പച്ചയായിട്ട് നമ്മൾ പറയും, ജനങ്ങളുമായി സംവദിക്കും. ഒരു തർക്ക കാര്യത്തിലില്ല. അതേസമയം അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നത് സംബന്ധിച്ച് രണ്ട് അഭിപ്രായമാണ് കോൺഗ്രസിൽ ഉള്ളത്. അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കിയാൽ ഭാവിയിൽ തലവേദനയാവുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട്. എന്നാൽ ലീഗ് ഉൾപ്പെടെ അൻവറിന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ജനം, മലപ്പുറം.